പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യാത്ത ഒരു ദിവസമാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് പണി ഇല്ലാത്തതുകൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല. എനിക്ക് വൃത്തിക്ക് ചെയ്യാൻ വെക്കുന്ന ഒരു പണിയാളിൽ ഒന്നാണ് പുളിയാവൽ. ഇന്നിപ്പോ എന്താ അറിയില്ല, ഈ കണ്ണട വെച്ചൊന്ന് പുളിയാവ നോക്കിയപ്പോ ഒരുമാതിരി കൊക്കുകളമായിരുന്നു. പക്ഷെ നമുക്ക് പേടില്ലല്ലോ, നമ്മളടുത്ത് 64 ഇഞ്ചിന്റെ ഒരു ടിവിയിലെ കാര്യങ്ങളൊക്കെ അറിയണല്ലോ. അതങ്ങോട്ട് ഇട്ടപ്പോഴാണ് ഇപ്പൊ മുടുക്കനായത്. ഇത് പെട്ടു വെച്ചിട്ട് ബോറടി മാറൂലല്ലോ. അതുകൊണ്ട് ഞാൻ പുതിയൊരു അവതാരത്തെ വിളിച്ചു. ഇന്റെ മാതിരി പണിയില്ലാതെ ഇരിക്കണ ഇന്റെ പെരട്ട കസിൻസ് ഓനെയും വിളിച്ചിട്ട് ഞാൻ എന്റെ വീടിന്റെ മുറ്റത്ത് കറങ്ങിയപ്പോൾ അനത്തി പൊതലയും വിട്ട് കളി, അതും ഹോം മെയ്ഡ് സാധനം. അത് കണ്ട് മോട്ടറായിട്ട് ഞാനൊന്ന് ട്രൈ ആക്കാന്ന് കരുതി. പക്ഷെ ഇവിടെ കുഴപ്പം വന്നത് എന്താ വെച്ചാൽ, ഞാൻ ഊതിയത് പുറത്ത് കാണില്ല, പൊതള വന്നത് ഇന്റെ അണ്ണാക്ക് കാണും. കുട്ടിക്കുരിപ്പ് പൊതളക്ക് വേണ്ടി യൂസ് ചെയ്ത ക്ലിനിക് പ്ലസ് ആണ് നിൽക്കുന്നത് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോ അപ്പുറത്തെ വീട്ടിലെ ശിങ്കിടിന്റെ കുപ്പി ഇതേമാതിരി പാതി മുറിച്ച് വരും. 4 ആള് കൂടി കഴിഞ്ഞാൽ പുളിയാവണം. അതാണല്ലോ അഫ്ലുവിന്റെ പ്രൈവസി ആൻഡ് പോളിസി. ഊതിയപ്പോ വലിയ പൊതളൊന്നും അല്ല വന്നെങ്കിലും പുളിയാവുള്ള പൊതളൊന്നും. അത് കഴിഞ്ഞ അടുത്ത വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അടുത്ത കുറച്ച് മണിക്കൂറുകൾക്ക് റീൽസ് തോണ്ടാന്ന് കരുതി. പിന്നെ വല്ലതും ഹംകിയിട്ട് വീണ്ടും തോണ്ടായിരുന്നപ്പോഴാണ് പുതിയ ട്വിസ്റ്റ്. സാന്റെ അമൂല്യമായ ഒരു സ്വത്തുമ തുളകൾ വീണിരിക്കുന്നു. ഇതിന്റെ ക്ലാരിഫിക്കേഷൻ എനിക്ക് അറിയില്ല കേട്ടോ. ഈടെ സാൻ ഒരു തുളവീരനാവുണ്ട്. നമുക്ക് ചെയ്യാൻ വേറെ പണിയില്ലാത്തതുകൊണ്ട് നമ്മൾ സാന്റെ ഫസീല എടുത്തിട്ട് കൊടുത്താൽ നമുക്ക് പോകാൻ വിചാരിച്ചു. ഈ പാന്റ് കണ്ട് ഞങ്ങൾ ഇതൊരു മോഡലാണ്. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ, ഞാൻ പാന്റ് ഡൈ അടിച്ചപ്പോ കുറെ സ്ഥലത്ത് കളർ. ഇനിയിപ്പോ അതൊരു മോഡലായിക്കോട്ടെ ഞാൻ കരുതി. കൊടുത്തിയാൽ നമുക്ക് കയറുന്ന വഴി എന്തായാലും സൂപ്പർ ആയി. അതിന്റെ മേലൊക്കെ എത്തുന്ന വരെ നമുക്ക് ഇങ്ങനെ കുലുങ്ങി അങ്ങനെ സ്പോട്ടൊക്കെ എത്തി. ഇവിടെ വരുന്നവരോട് പറയാനുള്ളത് ഒരു വള്ളക്കുപ്പി എപ്പോഴും കൈ വെക്കണം, അല്ലെങ്കിൽ പാതി വെച്ച് നാക്കും പുറത്ത് കിട്ടി ചിറിയിൽ ചെക്കേണ്ടി വരും. കൊടുത്തിയാലമത്തെ ഫ്ലൂസ് എന്താ വെച്ചാൽ, നടന്നു പോകാൻ അപ്പുറത്തൂടെ നല്ല വയ്യുണ്ടെങ്കിലും പാറം കൂടെ പൊത്തിപ്പൊടിച്ച് കയറും. അത് വിചാരിച്ച് ഇതേമാതിരി സോംബികൾ പോണ മാതിരി മേലെന്ന് പാറ കഷ്ണം കൊണ്ട് കയറിട്ടു. തുള വീണത് മാനസികമായിട്ട് ചെക്കിന് നല്ല ഏറ്റുകൊണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ മലന്റെ ഏറ്റവും ടോപ്പൊക്കെ എത്തി. ഇവിടെ കയറിയിട്ട് കയറ്റും മുതലായ കാഴ്ച എന്ന് പറയുമ്പോൾ ഇതാണ് വായുവിൽ നിൽക്കുന്ന പക്ഷി. ഇതിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല, ഇതൊക്കെ പ്രകൃതിയുടെ ഒരു ഫിസിക്സ്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങണ വയ്ക്ക് ഈ മണ്ണൊക്കെ കാട്ടുന്ന റീൽ എടുക്കണല്ലോ. അവിടുന്ന് ഒരു സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞ് വരുമ്പോഴാണ് പുതിയ ട്വിസ്റ്റ്. ചെറിയ 4 തുളകൾ. ഇതിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാൻ. നമ്മൾ തുളകളെ പിന്നാലെ പോവാണെങ്കിൽ എനിക്ക് പറയാൻ കുറെ കഥകൾ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ തിരിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ഫോളോ ചെയ്ത് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.